നോഡ് ജെ എസിൽ നമ്മുടെ ത്രെഡ് പൂൾ ഉണ്ടല്ലോ, ത്രെഡ് പൂളിൽ അതായത് ലിബ്യുവിയുടെ അടുത്ത് ത്രെഡ് പൂൾ ഉണ്ടാവും. ആ ത്രെഡ് പൂളിൽ നമുക്കിപ്പോൾ അതായത് ഐ ഒ ബൗൺസ് എന്ന് പറഞ്ഞതും പിന്നെ സി പി യു ബൗൺസ് എന്ന് പറഞ്ഞ രണ്ട് രീതിയിലുള്ള ടാസ്കുകളുണ്ട്. അതായത് ഐ ഒ ബൗൺസ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ടാസ്കുകൾ, സി പി യു ബൗൺസ് എന്ന് പറഞ്ഞാൽ സി പി യുവിൽ വർക്ക് ചെയ്യുന്ന ടാസ്കുകൾ. എന്നോട് പറയുകയാണെങ്കിൽ ഐ ഒ ബൗൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫയൽസ് റീഡ് ചെയ്യുക, അല്ലെങ്കിൽ ഡാറ്റാബേസിൽ പോയി ഒരു സാധനം എടുക്കുക, ഇതുപോലത്തെ സംഭവങ്ങളാണ്. അപ്പോൾ ഡാറ്റാബേസൊക്കെ സ്ലോ ആണ്. അതുപോലെ തന്നെ ഫയൽ റീഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കുറച്ച് സ്ലോ ആയിട്ട് നടക്കുന്ന പരിപാടികളാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ത്രെഡ് പൂളിലേക്ക് ഇടുക. അത് സിൻക്രണസ് ആയിട്ട് നടക്കുക. അപ്പോൾ അത് നമ്മുടെ ലിബ്യുവിൽ ചെന്ന് അത് ത്രെഡ് പൂളിൽ ചെന്ന് ത്രെഡ് പൂളിൽ ഒരു ത്രെഡായിരിക്കും അത് വർക്ക് ചെയ്യിച്ചത് കിട്ടിക്കഴിയുമ്പോൾ, അതായത് അവിടെ വെയിറ്റിംഗ് ആണ് വന്നത്. അപ്പോൾ അത് വർക്ക് ചെയ്യിച്ചിട്ട് നമുക്ക് തിരിച്ച് എന്ത് തരും, നല്ല ഔട്ട്പുട്ട് തരും. ഇതേ സമയം നമ്മുടെ ഇവൻറ്റ് ലൂപ്പാണ് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം നമ്മളിപ്പോൾ ഒരു മാനുവലായിട്ടൊരു കാൽക്കുലേഷൻ എഴുതുകയാണ്, ഒരു വൈൽ ലൂപ്പ്, ഒരു ഹെവി ആയിട്ടുള്ള ഒരു വൈൽ ലൂപ്പ് എഴുതുകയാണെന്ന് വെച്ചാൽ അവിടെ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ആ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആവണ വരെ നമ്മുടെ ഇവൻറ്റ് ലൂപ്പ് ബ്ലോക്കാവും. സിംഗിൾ ത്രെഡഡ് ആയതുകൊണ്ട് അത് ബ്ലോക്കായിട്ട് വേറെ ഒന്നും റെസ്പോൺസുകളൊന്നും എടുക്കില്ല, അങ്ങനത്തെ വിഷയം വരും. അതുപോലെ തന്നെ അതിപ്പോൾ ഒരു യൂസറോ റിക്വസ്റ്റ് അയച്ച് കുറച്ച് ടൈമിൽ അകത്തത് നമ്മൾ റെസ്പോൺസ് കൊടുത്തിട്ടില്ലെങ്കിൽ അത് യൂസറിന് റിക്വസ്റ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞ ഒരു രീതിയിലായിട്ട് അത് മാറി റെസ്പോൺസ് കിട്ടണ്ടായിപ്പോൾ. അപ്പോൾ അങ്ങനെ മാറും. അപ്പോൾ ഒരു സംശയം വരും, എന്തുകൊണ്ട് ത്രെഡ് പൂള് എന്തുകൊണ്ട് വന്നില്ല. ത്രെഡ് പൂളിൽ നമ്മളിങ്ങനെ മൾട്ടി ത്രെഡുകളാണ് അതിൻ്റെ അകത്തിട്ട് ഈ ടാസ്കിൽ നമ്മൾ എഴുതിയ വൈൽ ലൂപ്പിനെ കൊണ്ടുപോയിട്ടിട്ട് അവിടെ വർക്ക് ചെയ്യിക്കാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ലിബ്യുവിലെ ത്രെഡ് പൂളിൻ്റെ അകത്ത് നമ്മൾ അതിൽ ഇൻബിൽഡ് ആയിട്ടുള്ള ഫയൽ റീഡ് ചെയ്യുക, പിന്നെ ഡാറ്റാബേസ് എടുക്കുക, അങ്ങനത്തെ കുറേ സാധനങ്ങളത് വർക്കാവുള്ളൂ. നമ്മൾ സ്വന്തമായിട്ട് എഴുതുന്ന ഒരു കാൽക്കുലേഷൻ, ഒരു കോഡ്, വൈൽ ലൂപ്പൊക്കെ അങ്ങനത്തെ സി പി യു ടാസ്കുകളല്ല, അത് എന്തിലും വർക്കാവില്ല, ത്രെഡ് പൂളിലോട്ട് പോകില്ല. അതിന് നമുക്ക് ക്ലസ്റ്റർ, അതായത് വർക്കർ ത്രെഡ് എന്ന് പറഞ്ഞ ഒരു മൊഡ്യൂളുണ്ട്. അതിനെ യൂസ് ചെയ്തിട്ട് വേറൊരു ത്രെഡ് ഉണ്ടാക്കി, മൾട്ടി ത്രെഡ് പോലെ വേറെ ത്രെഡ് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യണം. അപ്പം മെയിൻ ബ്ലോക്ക് അതിൽ കുഴപ്പമുണ്ടാക്കില്ല, അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും.